നമസ്കാരം. 2026 ജൂൺ 2 വ്യാഴം രാശി മാറുകയാണ്. 1201 ഇടവം 19 ഈ രാശി മാറ്റം. വ്യാഴം അതിൻ്റെ ശത്രുവിൻ്റെ ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും സ്വന്തം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക രാശിക്കാർക്കും ഏറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് 2026 ജൂൺ 2 ആരംഭിക്കുന്ന സമയം. ഒരു രാശിയിൽ ഏറെക്കുറെ ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരകാലം. 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് എത്തുന്നതും അത്യധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും. മറ്റെല്ലാ ഗ്രഹങ്ങളെപ്പോലെ തന്നെയും ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗുണഫലവും സുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദോഷഫലവുമാണ് ഗുരുവിൽ നിന്നും ഉണ്ടാവുന്നത്. പ്രധാനമായും 3, 6, 8, 12 രാശികളിൽ വരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മറ്റ് രാശിക്കാർക്ക് അത്യധികം ഗുണഫലങ്ങളുമാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്കാണ് സംക്രമണം ചെയ്യുന്നത് കൊണ്ടും 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ടും ഈ പറയുന്ന ദുസ്ഥാനത്ത് ഉള്ളവർക്കും ദോഷഫലങ്ങൾ വളരെ കുറവ് മാത്രമേ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി ഒരു വർഷം, അതായത് 2027 ജൂൺ 25 വരെ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണ് ഉണ്ടാവുക. ഓരോ രാശിയിലെയും നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഈ വ്യാഴ സംക്രമണം വഴി ഫലം പ്രദാനം ചെയ്യുന്നത് എന്ന് നോക്കാം. കുംഭക്കൂറ്. അവിട്ടം അവസാനത്തെ 2 പാദം, ചതയം, പൂരുരുട്ടാതി, മുക്കാല് എന്നിവയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരുടെ 11ഉം 2ഉം ഭാവാധിപനായ വ്യാഴമാണ് 5ാം ഭാവത്തിൽ നിന്നും 6ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്. വ്യാഴത്തിന് 6ാം ഭാവം അത്ര ശുഭകരമായ സ്ഥാനമല്ല. മാത്രമല്ല ഇവർക്ക് 7ാം ശനിയുടെ അവസാന ഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരുന്നതുകൊണ്ടും ഇവരുടെ 2, 12, 10 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും തന്നെ ഇവർക്ക് ഗുണഫലങ്ങളാണ് കൂടുതൽ ലഭിക്കുവാൻ സാധ്യതയുള്ളത്. ഇവരുടെ 2ാം ഭാവത്തിൽ ശനി ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ശനിദോഷം ഈ സമയത്ത് കുറവായിരിക്കും. കഴിഞ്ഞ കുറേ കാലമായി 7ാം ശനി ഇവരെ പല രീതിയിലും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്ന സമയമാണ് ജൂൺ 2 മുതലുള്ള ഒരു വർഷക്കാലം. എന്നിരുന്നാലും ഈ വർഷം മുഴുവൻ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായി കണക്കാക്കേണ്ടതില്ല. ഇവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടുകയും തൊഴിൽ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ടെങ്കിലും തൊഴിലിടങ്ങളിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ കഴിഞ്ഞു എന്നിരിക്കാം. പുതിയ പങ്കാളിയുമായി ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുവാനും ഇവർക്ക് ഈ സമയത്ത് കഴിഞ്ഞു എന്ന് വരാം. എങ്കിലും അതീവ ശ്രദ്ധയും ജാഗ്രതയും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ പുലർത്തിയെങ്കിൽ മാത്രമേ നഷ്ടം വരാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ചിലവ് വർദ്ധിക്കുന്ന സമയമാണ്. പാഴ്ചിലവ് കുറയുവാൻ കഴിയുമെങ്കിലും വീട് വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ എന്തെങ്കിലും ആവശ്യത്തിനായി ഇവരുടെ കയ്യിൽ നിന്നും പണം ചിലവഴിക്കേണ്ട ഒരു വർഷം കൂടിയാണ് വരുന്നത്. ശത്രുക്കൾ തലപൊക്കുകയും പ്രബലരാകുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ വാക്തർക്കം ഇല്ലാതെ കേസ്, വഴക്ക് എന്നിവയിൽ ചെന്ന് ചാടാതെ വാക്കും പ്രവൃത്തിയും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട സമയം കൂടിയാണ്. അപമാനിക്കപ്പെടുവാനും ചതിക്കപ്പെടുവാനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുകയും ഓരോ പ്രവർത്തനവും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുമായിട്ട് ഉണ്ട്. കടബാധ്യതകൾ വരുമെങ്കിലും അവ തീർന്നു കിട്ടുവാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ പിടിപെടുവാൻ സാധ്യതയുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ചികിത്സ ഫലം കാണുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാവുന്നതാണ്. ചെറിയ ചെറിയ തടസ്സങ്ങളും കാലതാമസവും ഒക്കെ ചിലപ്പോൾ വന്ന് എന്ന് വരാം. എന്നിരുന്നാലും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും മത്സര പരീക്ഷയിൽ ജയിക്കുന്നതിനും അഡ്മിഷൻ ലഭിക്കുന്നതിനും ഒക്കെ അവർക്ക്
ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് നടന്നു കിട്ടുകയോ വിവാഹത്തിൽ തീരുമാനം ഉണ്ടാവുകയോ ചെയ്യുന്ന വർഷം കൂടിയാണ്. പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. പുതിയ ആശയങ്ങൾ ഉടലെടുക്കുവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യത്തിലും അലസതയും മനോവിഷമവും, കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ അധികാരവും ബഹുമാനവും ഒന്നും ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നലും ഇവർക്ക് വന്നു എന്നിരിക്കാം. ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുകയും വൈഷ്ണവ പ്രീതി വരുത്തുന്നതിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസം, തുളസിമാല അർച്ചന മുതലായ നടത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഈ വർഷം ഏറെ ഗുണകരമായിരിക്കും.